നമസ്കാരം. നമ്മൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ ഏറെക്കുറയും ഓരോ നാളിനെ കുറിച്ചും ആ നാളിനുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും മറ്റ് ഗ്രഹമാറ്റത്തെക്കുറിച്ചും അതുമൂലമുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ ഒരു വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ അമ്പലങ്ങളായാലും പള്ളികളായാലും നമ്മൾ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ അമ്പലങ്ങളെക്കുറിച്ചും പള്ളികളെക്കുറിച്ചും അതിനെ സംബന്ധിച്ചുള്ള മറ്റ് വിശേഷങ്ങളുമൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ ഒരു വിശ്വാസി ആണെങ്കിൽ, നിങ്ങൾ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും പൂർണ്ണമായിട്ടും വീഡിയോ കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തെ കുറിച്ചാണ്. കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കലിനടുത്ത് മാറാക്കര പഞ്ചായത്തിൽ കാടാമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം. ആദിപരാശക്തിയെ കിരാത രൂപത്തിലുള്ള പാർവതിയായിട്ടാണ് ഇവിടെ ആരാധിക്കുന്നത്. വിഗ്രഹ പ്രതിഷ്ഠ ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പകരം ഒരു കുഴിയുടെ മുകളിലുള്ള കണ്ണാടി മാത്രമാണ് പ്രതിഷ്ഠ. ശ്രീകോവിലിന് മേൽക്കൂരയുമില്ല. കാടാമ്പുഴയമ്മ എന്ന പേരിൽ ആണ് ഭഗവതി അറിയപ്പെടുന്നത്. ഇവിടുത്തെ പൂമൂടൽ, മുട്ടറുക്കൽ എന്നീ വഴിപാടുകൾ വളരെയധികം പ്രസിദ്ധമാണ്. ഇവ നടത്തി പ്രാർത്ഥിച്ചാൽ തടസ്സങ്ങൾ മാറി ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയും കന്നിമാസത്തിലെ നവരാത്രിയും ഒഴികെ ഉത്സവമോ മറ്റാഘോഷങ്ങളോ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നില്ല. എന്നാൽ എല്ലാ വർഷവും ധനുമാസത്തിലെ, അതായത് ഡിസംബറിലെ അവസാനത്തെ ആഴ്ചയിലെ ഋഗ്വേദ ലക്ഷാർച്ചനയും അതോടനുബന്ധിച്ച് കഥകളി ഉൾപ്പെടെയുള്ള കലാപരിപാടികളും നടക്കുന്നു. പുരാതന കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി, ശാസ്താവ്, നാഗദേവങ്ങൾ എന്നിവർ ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. ഗണപതി എന്നുള്ളത് ഒരു അദൃശ്യ സങ്കല്പം മാത്രമാണ്. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്ര ഭരണം നടത്തിപ്പോരുന്നത്. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള 1340 ക്ഷേത്രങ്ങളിൽ ഏറ്റവും വരുമാനമുള്ള ക്ഷേത്രമാണിത്. ഇനി ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ കാടാമ്പുഴ ക്ഷേത്രത്തിന്റെ ഉത്ഭവകാലം വ്യക്തമായി അറിയാൻ തക്ക രേഖകളൊന്നും തന്നെ ഇല്ല. മുട്ടറുക്കൽ തുടങ്ങിയ ആചാരങ്ങൾ ഉള്ളതിനാൽ ഇതൊരു ജൈന ബുദ്ധ ക്ഷേത്രമായിരുന്നെന്നും അതിനുശേഷം ശങ്കരാചാര്യരുടെ കാലത്ത് ഹൈന്ദവ ക്ഷേത്രമായി പരിവർത്തനം ചെയ്തതായുമാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിന്റെ ഐതിഹ്യം പരിശോധിച്ചാൽ പാശുപതാസ്ത്രം സമ്പാദിക്കാൻ അർജുനൻ പരമശിവനെ ധ്യാനിച്ചു. എന്നാൽ അർജുനന്റെ അഹങ്കാരം അടങ്ങിയ ശേഷമേ ദിവ്യായുധം നൽകിയിട്ട് ഫലമുള്ളൂ എന്ന് ശിവൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി ശിവനും പാർവതിയും കാട്ടാള വേഷത്തിൽ അർജുനൻ തപസ് ചെയ്യുന്ന സ്ഥലത്ത് എത്തുകയും ചെയ്തു. ദുര്യോധനൻ മൂകാസുരൻ എന്ന അസുരനെ അർജുനന്റെ തപസ് മുടക്കുവാൻ വേണ്ടി പന്നിയുടെ വേഷത്തിൽ പറഞ്ഞയച്ചു. ഇത് കണ്ടുനിന്ന ശിവൻ പന്നിയെ അമ്പെയ്തു. ഉപദ്രവിക്കാൻ വന്ന പന്നിയെ അർജുനനും അമ്പെയ്തു വീഴ്ത്തി. ഇരുഭാഗത്തെയും അമ്പുകൾ ഏറ്റുവാങ്ങി പന്നി ചത്തുവീണു. പന്നിയെ കൊന്ന അവകാശവാദവുമായി ശിവനും അർജുനനും തമ്മിൽ യുദ്ധമായി. അമ്പുകളേറ്റ് ശിവന്റെ ശരീരം കീറി മുറിഞ്ഞപ്പോൾ എയ്യുന്ന ശരങ്ങളെല്ലാം പുഷ്പങ്ങളായി വർഷിക്കട്ടെ എന്ന് പാർവതി അർജുനനെ ശപിച്ചു. കാട്ടാള വേഷത്തിൽ വന്നിരിക്കുന്നത് ശിവനും പാർവതിയുമാണെന്ന് മനസ്സിലാക്കിയ അർജുനൻ സാഷ്ടാംഗം പ്രണമിച്ച് മാപ്പപേക്ഷിച്ചു. ശിവനും പാർവതിയും സന്തുഷ്ടരായി പാശുപതാസ്ത്രം അർജുനന് സമ്മാനിച്ചു. ആ കാട്ടാള സ്ത്രീയുടെ ഭാവമാണ് കാടാമ്പുഴ ഭഗവതിക്കുള്ളത്. അർജുന ബാണങ്ങൾ പൂക്കളായി വർഷിച്ചതിന്റെ സ്മരണയ്ക്കായി പ്രതിഷ്ഠയ്ക്കു ശേഷം ശങ്കരാചാര്യരാണ് പൂമൂടൽ ചടങ്ങ് ആരംഭിച്ചത് എന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിൽ ദേവീ പ്രതിഷ്ഠ നടത്തിയത് ശങ്കരാചാര്യരാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കിരാത പാർവതി ദേവിയുടെ ഉഗ്രഭാവം കുറയ്ക്കുവാൻ വേണ്ടി പ്രതിഷ്ഠാവേളയിൽ സുദർശന മന്ത്രവും നരസിംഹ മന്ത്രവും ജപിച്ച് പ്രീതിപ്പെടുത്തുകയും ദേവിയുടെ അമിത തേജസ്സിനെ നിയന്ത്രിച്ച് ശ്രീകോവിലിന്റെ മധ്യത്തിൽ കാണുന്ന ദ്വാരത്തിലേക്ക് സന്നിവേശിപ്പിച്ച് ശാന്ത സ്വരൂപിണി ആക്കി തീർക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം.
ദേവി ഒരിക്കലും ഉഗ്രസ്വരൂപിണി ആകാതിരിക്കാൻ സുദർശനത്തെയും നരസിംഹത്തെയും ദേവിക്ക് അഭിമുഖമായി പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. ഇനി പ്രതിഷ്ഠയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാന പ്രതിഷ്ഠ ദുർഗാഭാവത്തിലുള്ള ശ്രീ പാർവതിയാണ്. പ്രതിഷ്ഠയില്ല, ഒരു കുഴിയിൽ അദൃശ്യരൂപത്തിൽ ദേവി ചൈതന്യം കുടികൊള്ളുന്നു എന്ന് മാത്രമാണുള്ളത്. മുമ്പിൽ ഒരു കണ്ണാടി ബിംബവുമുണ്ട്. പടിഞ്ഞാറോട്ടാണ് ദർശനം. കിരാത പാർവതി സങ്കല്പമാണ് പ്രധാനമെങ്കിലും വനദുർഗാഭാവവും ദേവിക്കുണ്ട്. അതിനാൽ ശ്രീകോവിലിന് മേൽക്കൂരയില്ല, ശ്രീചക്ര പ്രതിഷ്ഠയാണ്. ഇനി ഈ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ ഉപദേവതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരേ വിഗ്രഹത്തിൽ തെക്കോട്ട് ദർശനമായി നരസിംഹമൂർത്തിയെയും വടക്കോട്ട് ദർശനമായി സുദർശനമൂർത്തിയെയും ശ്രീകോവിലിന്റെ മുന്നിൽ ഉയർന്നു കാണുന്ന തറയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ദേവിക്കൊപ്പം അദൃശ്യ സാന്നിധ്യമായി ഗണപതിയുടെ സങ്കല്പവുമുണ്ട്. ശ്രീകോവിലിന്റെ വടക്ക് ഭാഗത്ത് നാഗകന്യകയുടെയും തെക്ക് ഭാഗത്ത് പൂർണ്ണ പുഷ്കല സമേതനായ ശാസ്താവിന്റെയും പ്രതിഷ്ഠകളുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് അല്പം പടിഞ്ഞാറ് മാറി മാടമ്പിയാർക്കാവെന്ന പേരിൽ ഒരു ചെറിയ ശിവക്ഷേത്രവുമുണ്ട്. കിരാതമൂർത്തിയായ ശിവനാണ് ഇവിടത്തെ മുഖ്യ പ്രതിഷ്ഠ. ദേവിക്കൊപ്പം ഇവിടെ എത്തിയ ശിവനാണ് ഇതെന്ന് വിശ്വസിച്ചു വരുന്നു. കൂടാതെ ഗണപതി, ശ്രീകൃഷ്ണൻ, ഭദ്രകാളി, ധർമ്മശാസ്താവ്, നാഗദേവങ്ങൾ എന്നിവരും പ്രതിഷ്ഠകളായിട്ടുണ്ട്. എല്ലാവരും കിഴക്കോട്ട് ദർശനമായാണ് കുടികൊള്ളുന്നത്. 3 പൂജയുണ്ട്. ഉച്ചപൂജയ്ക്ക് മുമ്പ് പൂമുടൽ ഉണ്ടാകും. 3ാമത്തെ പൂജ അസ്തമയത്തിന് മുമ്പ് കഴിയണമെന്നാണ് ചിട്ട. ഇവിടുത്തെ തന്ത്രം അണ്ടലാടി മനയ്ക്കാണ്. ഇനി വഴിപാടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമേ പറഞ്ഞല്ലോ, പ്രധാന വഴിപാട് മുട്ടറുക്കലാണ്. ശ്രീകോവിലിന് മുന്നിലെ ഒരു കല്ലിൽ ശാന്തിക്കാരൻ നാളികേരം മുടച്ച് നടത്തുന്നതാണ് ഈ വഴിപാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുട്ടറുക്കൽ നടക്കുന്നത് കാടാമ്പുഴയിലാണ്. പുറത്തുനിന്ന് നാളികേരം വാങ്ങി തേങ്ങ മുക്കാൻ പ്രത്യേകം പണി കഴിപ്പിച്ച ടാങ്കിൽ മുക്കിയാണ് ഭക്തൻ ക്ഷേത്രത്തിനുള്ളിൽ കടക്കേണ്ടത്. നാളും പേരും മുട്ടറുക്കൽ എന്തിനോ അതും പറഞ്ഞ് ശാന്തിക്കാരൻ ശ്രീകോവിലിൽ നാളികേരം ഉടയ്ക്കുന്നു. ഉടയ്ക്കുന്നതനുസരിച്ച് ശരിയായോ ദോഷം തീർന്നോ എന്ന് മനസ്സിലാക്കുന്നു. നാളികേരത്തിന്റെ 2 മുറികളും വഴിപാടുകാരന് തന്നെ നൽകുന്നു. ഭൂമിമുട്ട്, ഗൃഹമുട്ട്, വിദ്യാമുട്ട്, മംഗലമുട്ട്, സന്താനമുട്ട്, ശത്രുമുട്ട്, വാഹനമുട്ട് എന്ന് പല മുട്ടറുകൽ വഴിപാടുകളും ഇവിടെ നടത്തുന്നുണ്ട്. പൂമൂടലാണ് മറ്റൊരു പ്രധാന വഴിപാട്. ഒരു ദിവസം ഒരാൾക്ക് മാത്രമേ ഈ വഴിപാട് നടത്തുകയുള്ളൂ. ദേവിക്ക് ആദ്യ പൂമൂടൽ നിർവഹിച്ചത് ശങ്കരാചാര്യരാണെന്നാണ് ഐതിഹ്യം. കാട്ടുചെത്തി പൂക്കൾ കൊണ്ടാണ് പൂമൂടൽ. അതുകൊണ്ട് ക്ഷേത്രത്തിൽ ചെത്തിപ്പൂവിന് പ്രാധാന്യം ഏറെയുണ്ട്. ഉച്ചപൂജ സമയത്താണ് പൂമൂടൽ നടത്തുന്നത്. മുന്നിൽ വച്ചിരിക്കുന്ന വെള്ളിത്തളികയിലേക്ക് നാളും പേരും പറഞ്ഞ് തെച്ചിപ്പൂവ് വർഷിക്കുന്നു. തുടർന്ന് 20 മിനിറ്റോളം പൂമൂടൽ ചടങ്ങുകൾ നടത്തുന്നു. ദേവീ സ്തുതികളാൽ പൂക്കൾ വർഷിച്ചുകൊണ്ടേയിരിക്കും. ശ്രീകോവിലിലെ ദേവീ തിടമ്പ് എടുത്തു മാറ്റിയ ശേഷമാണ് ഈ ചടങ്ങ് നടത്തുന്നത്. ഈ സമയം അത്രയും ശ്രീകോവിൽ അടയ്ക്കാതെ മുൻപിൽ പട്ടി വിരിച്ചിരിക്കും. അതിനാൽ ഈ സമയം ദർശനം അസാധ്യമാണ്. ഇനി ഇവിടുത്തെ വിശേഷ ദിവസങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ കാടാമ്പുഴ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക. ഭഗവതിയുടെ പിറന്നാൾ തൃക്കാർത്തിക ഉത്സവമായി ആഘോഷിക്കപ്പെടുന്നു. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിലാണ് കാടാമ്പുഴ ഭഗവതിയെ ശങ്കരാചാര്യർ ശ്രീചക്ര സമേതം പ്രതിഷ്ഠിച്ചതെന്ന വിശ്വാസത്തിലാണ് ക്ഷേത്രത്തിൽ തൃക്കാർത്തിക ഉത്സവം നടത്തപ്പെടുന്നത്. അന്നേ ദിവസം പുലർച്ചെ 3:30 തന്നെ നട തുറക്കുന്നു. തുടർന്ന് ക്ഷേത്ര സന്നിധിയിലും കൽവിളക്കുകളിലും തൃക്കാർത്തിക ദീപങ്ങൾ തെളിയിക്കുന്നു. തുടർന്ന് പ്രത്യേക പൂജകൾ നടക്കുന്നു. അന്ന് പിറന്നാൾ സദ്യയുടെ ഭാഗമായുള്ള പ്രസാദ ഊട്ട് ഉണ്ടാകാറുണ്ട്. ആയിരങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന മറ്റൊരു ഉത്സവമാണ് നവരാത്രി ഉത്സവം. കന്നിമാസത്തിലെ, അതായത് ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ വെളുത്ത പക്ഷത്തിലെ പ്രഥമ മുതലുള്ള 9 ദിവസമാണ് നവരാത്രിയായി ആഘോഷിക്കുന്നത്. ധാരാളം കലാപരിപാടികളും അതോടനുബന്ധിച്ച് നടക്കാറുണ്ട്. നവരാത്രിയിൽ പ്രധാന മൂർത്തിയായി ആരാധിക്കുന്നത് ദുർഗാ ഭഗവതിയെ തന്നെയാണ്. നവരാത്രി 8ാം ദിവസം ദുർഗാഷ്ടമി നാളിൽ പ്രധാനം ദുർഗയ്ക്കാണ്. വിജയദശമി ഭഗവതി മഹിഷാസുരനിൽ വിജയം വരിച്ച ദിവസമാണ് എന്നാണ് വിശ്വാസം. നിരവധി ഭക്തരാണ് ഈ ദിവസങ്ങളിൽ കാടാമ്പുഴ ക്ഷേത്രങ്ങളിൽ എത്തിച്ചേരുന്നത്. ദുർഗയ്ക്ക് മഹാസരസ്വതി ഭാവം കൂടി ഉള്ളതിനാൽ ഇവിടെ വിദ്യാരംഭം നടത്തുന്നതും ഐശ്വര്യകരമാണ് എന്നാണ് വിശ്വാസം. ധാരാളം ഭക്തരാണ് വിദ്യാരംഭത്തിനായി കാടാമ്പുഴയിൽ എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ എല്ലാ വർഷവും ധനുമാസത്തിൽ നടക്കുന്ന അർച്ചനയാണ് ഋഗ്വേദ ലക്ഷാർച്ചന.
അമ്പലത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് ഈ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരേണ്ടത് എങ്ങനെയാണ് എന്നും കൂടി വിശദമാക്കാം. അതായത് കോഴിക്കോട് നിന്ന് 57 കിലോമീറ്ററും തൃശ്ശൂരിൽ നിന്ന് 68 കിലോമീറ്ററുമാണ് കാടാമ്പുഴ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. ഇരുവശത്തു നിന്നും വരുമ്പോൾ ദേശീയപാത 66 വെട്ടിച്ചിറയിൽ നിന്ന് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ഈ ക്ഷേത്രത്തിൽ നിന്നും 13.5 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന തിരുനാവായയാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 20 മിനിറ്റോളം മാത്രമാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാനുള്ള സമയം. അതുപോലെ തന്നെ ഏകദേശം 16 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് കുറ്റിപ്പുറം. ഇനി നിങ്ങൾ വിമാനമാർഗമാണ് വരുന്നതെങ്കിൽ ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം എന്ന് പറയുന്നത് കരിപ്പൂരാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തെ കുറിച്ചുള്ള വിശദാംശങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ വിശ്വാസികൾക്കും നന്ദി. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.